മിശിഹായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ വചനഭാഗം സ്നേഹത്തിന് എന്തൊക്കെ കുറവുണ്ടോ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. സ്നേഹത്തിൻ്റെ കുറവ് ആണ് ശത്രുത വരാ. സ്നേഹമുള്ളടത്ത് ശത്രുതയില്ല, പ്രതികാരമില്ല, ശത്രുത ഒന്നുമില്ല. ഈശോ വളരെ വ്യക്തമായിട്ടും ഇതൊരു സുവർണ നിയമമാണെങ്കിൽ വേണി പറയിപ്പിക്കാം. ഈശോ കൃത്യമായിട്ട് ആയത്തെ വായിച്ച് നമുക്ക് വായിച്ചു വയ്ക്കാൻ, എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങള് എൻ്റെ വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നതിൽ മാത്രമാണ് ഇത് വായിച്ചിട്ട് കാര്യമുള്ളൂ. എൻ്റെ അല്ല കേട്ടാ, കർത്താവിൻ്റെ. അല്ലാത്തോട് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. മാത്രമല്ല, അത്യുന്നതന്റെ പുത്രനെന്ന് അത്യുന്നത ദൈവത്തിന്റെ പുത്രന്മാരെന്നാൽ പുത്രികൾ എന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നതിന് മാത്രം ഇത് വായിച്ചിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ വാക്ക് ശ്രവിക്കാൻ നിങ്ങളോട് ഞാൻ പറയുന്നു. വാക്ക് ശ്രവിക്കാത്തവരുണ്ടായിരുന്നോ? അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്, എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു. അന്ന കാലഘട്ടത്തിൽ ഈശോയുടെ വാക്ക് ശ്രവിക്കാത്ത ഒത്തിരി പേരുണ്ട്. ഒന്നാമത്തെ കാര്യം, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. 4 എണ്ണമായി. ഈ 4 എന്താ? ഈ 4 എന്താ? ഈ 4 കാര്യങ്ങള് ഇനി അടുത്ത 4 കൂടി ഉണ്ട്. ഈ 4 കാര്യങ്ങള് നിങ്ങൾ നോക്കിക്കാൻ, ശാരീരികമായി ഇയാളാ ശത്രുക്കളെ സ്നേഹിക്കുക. എങ്ങനെയാ? മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും. ആദ്യം സ്നേഹിക്കുന്നത് മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടാ. മനസ്സുകൊണ്ട് സ്നേഹിക്കുമ്പോൾ ആത്മാവ് സ്നേഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ശത്രു അടുത്ത് പോയിട്ട് ചകടത്തിൽ കിടിച്ച് കിട്ടും. അതിന് ബാക്കി പറയാൻ പോണത്. അല്ലെങ്കിൽ ശത്രു സ്നേഹിക്കാൻ പോയാൽ ചെറുത് കിട്ടുമെന്ന് ഇനി പറയാൻ പോണ കർത്താവ്. അത് നമ്മൾ ചെയ്യേണ്ടത് മനസ്സുകൊണ്ടും ആത്മീയമായിട്ടും ശത്രുക്കളെ സ്നേഹിക്കണം. നിങ്ങൾ ദേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യണം, ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയുള്ള കാര്യമാണ് അടുത്ത 4 ഒരു ചെകിടെടുത്ത് അടിക്കുന്നവനെ അത് നമ്മൾ ശാരീരികമായി ബാധിക്കുന്നതാ. മട്ടച്ചെകിട് കൂടി കാണിച്ചു കൊടുക്കണം. രണ്ടാമത്തെ മേലങ്കി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ കാപ്പ പോലെയാണ് മേലങ്കി. അതിനുള്ളിലാണ് കുപ്പായം. യഹൂദ പാരമ്പര്യം അനുസരിച്ചൊക്കെ ഒരു 3 ഡ്രസ്സ് ഉണ്ടാവും. ഇതിനകത്ത് ഞാനൊരു ഉടുപ്പിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ കൊത്തിനിട്ടുണ്ട്, അതിൻ്റെ മുകളിലാണ് ഈ കാപ്പ വരുന്നത്. അത് ഈ രാജകീയമായിട്ടുള്ള യഹൂദ പാരമ്പര്യം അനുസരിച്ച് വരുന്ന ഈ സംഗതികളാണ് ഇതൊക്കെ. അപ്പോൾ കാപ്പ അല്ലെങ്കിൽ മേലങ്കി ഈ തണുപ്പിൽ നിന്ന് രക്ഷ നേടുവാനായിട്ടൊക്കെ, അവിടെ മഞ്ഞുകാലം ആയതുകൊണ്ടാണ് ഇത്രയും ഡ്രസ്സ് ഇടുന്നത്. അത് അവിടുത്തെ കണ്ടിട്ട് ഇവിടെ വന്നല്ല. ഞാൻ പലപ്പോഴും സിസ്റ്റേഴ്സിന് ഞാൻ അനുഭവിക്കുമ്പോൾ പറഞ്ഞത്, പൊന്നു സിസ്റ്റർമാരെ ഇത്രയും 4-5 ഡ്രസ്സ് എടുത്ത് വലിച്ച് കയറേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് അവിടുത്തെ യൂറോപ്യൻ പാരമ്പര്യമാണ്. നിങ്ങോട്ട് പോകണം, നമ്മൾ സായ എടുത്താലും പോയി എന്ന് പറയും. അവിടെ തണുപ്പാണ്. അവിടെ 4-5 ഡ്രസ്സ് ഇട്ടാലേ പുറത്തേക്ക് നടക്കാൻ പറ്റുള്ളൂ. അത് ഇവിടെ ഇവിടുന്ന് ശരിയാവുമോ? ഇവിടെ ചൂടാ, ഉഷ്ണിച്ചാവും. അപ്പൊ ആ മേലങ്കി തണുപ്പ് കാലഘട്ടത്തില് കുപ്പായം അതിന് മേലങ്കി ഇടും. അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള നല്ല കമ്പിളി പോലത്തെ നമ്മൾ കമ്പിളി വച്ച് നടക്കില്ലേ തണുപ്പത്ത് എന്ന് പറഞ്ഞ പോലെ. ഊട്ടിയെ പോകുമ്പോൾ, മൈസൂർ പോകുമ്പോൾ തണുപ്പ് കൂടുമ്പോൾ ചെയ്യുന്ന കാര്യം അതാ. അത് തണുപ്പിൽ രക്ഷപ്പെടാനാ. അപ്പൊ മേലങ്കി എടുക്കാൻ വരുന്നവനോടെ കുപ്പായം കൂടി ഓരോട് കുരു എടുക്കാനാ കർത്താവ് പറയണേ.
ഒരു ചെകിട് അടിക്കുന്നതിന് മറ്റു ചെകിട് കൂടിയും കാണിച്ചു കൊടുക്കണം. അപ്പം മരിച്ചു വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഉടുപ്പ് കൊടുക്കണം, അതാണ് ഉദ്ദേശിക്കണേ. ആണോ? അല്ല. അവിടെ നമുക്ക് തെറ്റിദ്ധാരണ വരണേ. എന്നെ ദ്രോഹിച്ചു കഴിയുമ്പോൾ അവനെ കൂടുതൽ അവനെ അകലം പാലിക്കല്ല വേണ്ടത്, അടുത്ത് ചേർത്ത് നിർത്തണം. അവൻ്റെ മനസ്സിനുള്ളിൽ അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇനി അടുത്തത് കൊടുക്കുക. നിന്റെ വസ്തുക്കള് എടുത്തുകൊണ്ടു പോകുന്നോട് തിരികെ ചോദിക്കരുത്. ആദ്യത്തെ 4 കാര്യങ്ങൾ, പിന്നെ രണ്ടാമത്തെ 4 കാര്യങ്ങൾ, 8 കാര്യങ്ങളായി. ഈശോ വളരെ വ്യക്തമായിട്ട് നിങ്ങളിങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിട്ട് വിളിക്കപ്പെടുള്ളൂ. ശിഷ്യന്മാർക്ക് ഈശോ നൽകുന്ന സന്ദേശം കൃത്യത നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് ഉണ്ടാകേണ്ട കാര്യം. നമ്മൾ ആത്മീയമായിട്ട് കൊട്ടുകാനായിട്ട് സാധിക്കണം. ഇനി മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഇപ്പോഴാൾ വിചാരിക്കുക എന്നെ എല്ലാവരും ബഹുമാനിക്കണം. എന്നെ കാണുമ്പോൾ ആദ്യം ഞാൻ അവരെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, അപ്പോൾ തിരിച്ചു കിട്ടുള്ളൂ. പലയിടത്തും ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒത്തിരി ദിവസങ്ങൾ ഇനിയും ഉണ്ട് എനിക്ക്. എല്ലായിടത്തും പ്രശ്നം ഈ അമ്മായിമ്മയും മരുവളാണ്. അമ്മായിമ്മയും ഒരു രക്ഷയില്ല. എനിക്ക് എന്താണെന്നറിയില്ല, അതൊരു സ്ത്രീയുടെ കുഴപ്പം തന്നെയാണ്. പോട്ടെ. മരുമകളെ ഒരിക്കലും മോളായിട്ട് കാണാൻ പറ്റില്ല, അമ്മായിമ്മനെ ഒരിക്കലും അമ്മയായിട്ടും കാണാൻ പറ്റുന്നില്ല. അവിടെയാണ് നമ്മുടെ പരാജയം. അമ്മ 2 അടിച്ച എനിക്ക് കുഴപ്പമില്ല, അമ്മ 2 ചെകിട് തന്നാലും എനിക്ക് കുഴപ്പമില്ല. അമ്മായിമ്മ എന്തെങ്കിലും തുമ്മി പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായി. ആ കുടുംബത്തിൻ്റെ തകർച്ചയുടെ അടിവേര് അടത്തോണ്ടിരിക്കുക. പിന്നെ വർഷങ്ങളായിട്ട് മിണ്ടണില്ല, കുറേ വീട്ടിൽ താമസിക്കുന്നത് മാത്രം. ഇവിടെ യൂറോപ്പിലത്തെ എന്നില്ലട്ടെ, ഇവിടെ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യം പറയണേ. 2 വെപ്പുള്ളവരൊക്കെ ഉണ്ട്. പിന്നെ വേറെ പോട്ടെ, ക്ഷമിക്കുക. പിന്നെ മോനും മരോളും കൂടിയിട്ട് അവർ വേറെ ബേക്കറി ഐറ്റംസ് വന്നിട്ട് അവർ മുറിയിൽ നിന്ന് മാത്രം കഴിക്കുക, അമ്മ അവിടെ കയറിയിരിക്കുക. വാശിപ്പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാ, അമ്മയ്ക്കൊന്നും കൊടുക്കില്ല. നമ്മൾ ഈ സ്നേഹങ്ങൾ കൊടുത്താൽ ഒരിക്കലും നമുക്ക് ശാസിച്ചിട്ടും പിടിച്ചു വാങ്ങിച്ചു ഒന്നും കിട്ടില്ല. നമ്മുടെ ധാരണ അതാ. നമ്മൾ വിട്ടു കൊടുക്കുമ്പോഴാണ് ഇനി പറയുന്ന കാര്യം അതാ. അവരും നിങ്ങളുടെ എപ്രകാരം പ്രവർത്തികൾ ആഗ്രഹിക്കാത്ത പോലെ താന്ന് നിങ്ങൾ താഴാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരും താഴാൻ തീരുമാനിക്കും. അവിടെയാണ് ഈശോ പറഞ്ഞത് എൻ്റെ അപ്പനെയും അമ്മനെയും കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു എൻ്റെ അപ്പനെയും അമ്മനെയും കണ്ടുപിടിക്കുക. 2 പേരും മത്സരിക്കുക താന്നു കൊടുക്കാനായിട്ട്, ഉയർന്നു നിൽക്കാനല്ല. ബൈബിള് കൃത്യമായിട്ട് എഴുതി വെച്ചേക്ക. ഈശോയെ ദേവാലയത്തിൽ കാണാണ്ടായപ്പോൾ, കണ്ടുമുട്ടിയപ്പോൾ മാതാവ് പറഞ്ഞൊരു സെന്റൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. എന്താ പറയുന്നറിയോ? ഞാനും നിന്റെ അപ്പനെന്ന് അല്ലേ, നിന്റെ പിതാവും ഞാനും തന്നു. അവര് മത്സരിക്കായിരുന്നു സ്നേഹിക്കാനായിട്ട്, വിട്ടുകൊടുക്കാനായിട്ട്, താന്നു കൊടുക്കാനായിട്ട്, ക്ഷമിക്കുക. എവിടെയാണ് വെച്ചിട്ട് നമ്മുടെ മത്സരമാണ്. ഞാനാ വലുത്, നിന്റെ ഈഗോണ് എൻ്റെ ഈഗോണ് വലുത്, എൻ്റെ വാശിയാണ് നിന്റെ വാശിയാണ്. ആരെങ്കിലും ഈ ലോകത്തില് വാശി പിടിച്ചു നിന്നിട്ട് വിജയിച്ചിട്ടുണ്ടാ? നാശം ഉണ്ടായിട്ടുള്ളൂ.
കുടുംബത്തിന് നാശം, തലമുറയ്ക്ക് നാശം, ഒക്കെ പ്രശ്നങ്ങളാണ്. അവിടെ കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞത്, നിങ്ങളെ എങ്ങനെ സ്നേഹിക്കുക, നിങ്ങൾ ആഗ്രഹിക്കാത്ത പോലെ നിങ്ങൾ കൊടുക്കുക. നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ ഭയങ്കര മടിയുള്ള ആൾക്കാരാണ് സ്വാഭാവികമായിട്ടും. അതുകൊണ്ടല്ലേ ടാറ്റയും ബിർലയൊക്കെ എത്രയും ഇനിയും മാറിക്കൂട്ടുന്നത്. എത്ര 10,000 കോടി 15,000 കോടി ഉണ്ടായാലും അവർക്ക് മതിയാവണില്ല. അത് മനുഷ്യ സഹജമായിട്ടുള്ള പ്രവൃത്തിയാണ്. അതുകൊണ്ട് കർത്താവ് ഇനി പറയുന്ന ബാക്കിയൊക്കെ പാപികൾ ചെയ്യണില്ലേ, കർത്താവ് കൃത്യം പറയുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാലേ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നു. നമ്മൾ പാപികളായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? ആണോ? നമ്മൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രന്മാരാ. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് നമ്മുടെ വിശാലമായിട്ടുള്ള മനസ്സ് തുറന്നു കൊടുത്താലാണ് അത്യുന്നതൻ്റെ പുത്രന്മാരായിട്ട് മാറാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ അവസ്ഥപിതാവും മാതാവും നമ്മളെ കൈപിടിക്കുള്ള. നമ്മളെ കൈപിടിക്കും. അവസ്ഥപിതാവും മാതാവും വന്ന് നമ്മുടെ കൈപിടിച്ച് സ്വർഗ്ഗത്തേക്ക് കൊണ്ടുപോകും. കാരണം നമ്മൾ അത്യുന്നതന്മാരെ പുത്രന്മാരാ. പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ അടുത്ത വാക്യം വായിച്ചാൽ, എന്ത് മേന്മയാണുള്ളത്? ഒരു മേന്മയും ഇല്ല. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കൊടുത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികൾക്ക് വായ്പ. നമ്മുടെ പ്രശ്നം നിങ്ങളുടെ എന്റെയും സ്നേഹം കൊടുത്താ എന്ത് കിട്ടണം? തിരിച്ചു കിട്ടണം. കയറ് കൊടുത്താൽ കയറ് കിട്ടണം. ഇല്ലെങ്കിൽ എന്തായി? അലമ്പായി. ഈ വീട്ടിലെ ഈ അമ്മായിമ്മയും മരുമകളും തമ്മിൽ പ്രശ്നം വരാൻ കാരണം എന്താണെന്നറിയോ? ചോദിച്ചിട്ട് കാര്യമില്ല, അവിടെ മരുമകളില്ല. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? എളിമപ്പെടാൻ പറ്റുന്ന മെയിൻ കാരണം എന്താ? എളിമപ്പെടാൻ പറ്റുന്നതിനേക്കാളും മെയിൻ കാരണം മകനെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാനായിട്ട് പറ്റണില്ല. ഇവിടെ ഇരുന്ന് തലക്കാട്ടും. ഞാൻ ലൂക്ക് മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം മാത്രമല്ല, ലൂക്കയും എല്ലാം എഴുതും. മകനെ പൂർണ്ണമായിട്ടും ഞാൻ കൊണ്ടോക്കാം. നമുക്ക് പറ്റണില്ല. നമുക്കൂടെ സ്വാർത്ഥതയാ. കുറച്ച് അവളെ ഇന്നലെ കയറി വന്നുള്ളോ, അവളെ ഇന്നലത്തെ മഴയ്ക്ക് മുളച്ചു മതിതാ, 10-25 വർഷത്തിൽ ഞാൻ നിനക്ക് ചോറുന്നേ. ഡയലോഗ് പോച്ചു. വല്ല കാര്യണ്ടാ? നമ്മള് ചെയ്ത ആ പുണ്യത്തിന് ആ പുണ്യലാണ്ടായി പോയി പറഞ്ഞു കഴിഞ്ഞാല്. കഴിഞ്ഞ ദിവസം ഒരു അപ്പച്ചൻ മോളോട് പറയാ, കണ്ടാ നിന്നൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് കഴിച്ച് വളർത്തിയതാ. മോള് ചോദിച്ചു, അപ്പ ഈ മോള് നല്ല മിടുക്കത്തിയാണ്, 7 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് നേഴ്സിംഗ് പാസ്സായ, പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ലോണിലേക്ക് അടയ്ക്കണ്ടേ? അപ്പം പറയണേ, അത് കാഞ്ചിയേ നിന്റെ ശമ്പളം എനിക്ക് തന്നോ? അപ്പോൾ ചോദിക്കണ്ടേ, അപ്പം ഈ ശമ്പളം അതിലേക്ക് അടയ്ക്കും, ലോണിലേക്ക് അടയ്ക്കണ്ടേ? പിന്നെ ഞാൻ തന്നെ പഠിപ്പിച്ചതാ. നമ്മുടെ മക്കള് കറവ പശുക്കളല്ല. നമ്മുടെ ഒരു ധാരണ അതാ. തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ നമ്മുടെ മക്കളായിട്ടുള്ള വളർത്തിയിട്ടുള്ള കറവ പശുക്കളായിട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയത് കറവ പശു ആയിട്ടാ അല്ല.
അപ്പം എനിക്ക് ആഗ്രഹമില്ല അച്ഛാ തിരിച്ചു കിട്ടാനായിട്ട്, എൻ്റെ അവകാശമല്ലേ. അത് കുറച്ച് നാളത്തേക്ക് കർത്താവ് നമ്മൾ നോക്കാൻ ഏൽപ്പിച്ചു തന്നിട്ടുള്ളൂ, അത് കൊടുത്തു വിടണം. നമ്മൾ മക്കളെ സ്നേഹിക്കണം. അമിതമായി സ്നേഹിച്ച് സ്വാർത്ഥത കൂടി കെട്ടിപ്പിടിക്കും തോറും അവരകന്നു പോവുള്ളൂ, അകന്നു പോവുള്ളൂ. ഇനി ദൈവത്തെക്കാൾ കൂടി സ്നേഹിച്ചാലാ, മക്കൾ ദൈവത്തെക്കാൾ സ്നേഹിച്ചാൽ ദൈവം എന്ത് ചെയ്യാന്നറിയോ? പലയിടത്തും നോക്കിക്കോ നിങ്ങൾ. എനിക്ക് പല അനുഭവങ്ങളുണ്ട്. ദൈവത്തെക്കാളും ഉപരിയായിട്ട് മക്കളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവം തിരിച്ചെടുക്കും. അല്ലെങ്കിൽ അമ്മേനെ എപ്പോഴും സ്നേഹിച്ച് ദൈവം തിരിച്ചെടുക്കും. അപ്പൊ തിരിച്ചു കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച് നമ്മള് കർത്താവിന് കൊടുക്കുക, കർത്താവേ തിരിച്ചു കിട്ടില്ല. ആരും പ്രതീക്ഷിക്കുന്നുണ്ട മകന്റെ കയ്യിൽ നിന്നും മകളുടെ കയ്യിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട. പ്രതീക്ഷിക്കാണ് ഞാൻ പറയും, നിങ്ങൾ അപ്പോൾ കറവ പശു ഉദ്ദേശിക്കണേ എന്നുള്ളത് അല്ലേ? നമ്മൾ പശു വളർത്തുന്നതിന് വേണ്ടിയിട്ടാ, തെങ്ങ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാ, തേങ്ങ കിട്ടാൻ വേണ്ടിയിട്ട്. കിട്ടുന്ന പ്രതീക്ഷയാ, ഇത് കിട്ടണില്ല. നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, കിട്ടിയാ വാങ്ങിക്കാം. ആ ഒരു ചൈതന്യത്തിൽ പോകാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. അപ്പൊ പ്രതീക്ഷയില്ലാതെ നമ്മൾ വളർത്തുമ്പോഴാണ് അത് ദൈവസന്നിധിയിൽ മഹത്വമുള്ളതായിട്ട് മാറാം. പലപ്പോഴും പറയാറുണ്ട്, ഞാൻ എനിക്കൊരു കാര്യം തോന്നിയതേ, പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പാലിസേച്ച് ഒറ്റയ്ക്ക് നിൽക്കണേ അല്ലേ? എൻ്റെ അമ്മ ഒറ്റയ്ക്ക് താമസിക്കണേ, ഞാൻ മേരിച്ച് ഒറ്റയ്ക്ക് താമസിക്കണേ. എൻ്റെ അമ്മോട് പറഞ്ഞ കാര്യം അറിയോ? ഒറ്റയ്ക്ക് ഇടുന്ന് മരിക്കാൻ കർത്താവ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇടുന്ന് മരിക്കും. ഒരു മക്കളെയും പ്രതീക്ഷിക്കണ്ട. ഞാൻ നോക്കിയിട്ടേ ഇതിന് മുമ്പ് എൻ്റെ അമ്മയുടെ കൂടെ നോക്കാൻ നിർത്തിയിരുന്നു. അപ്പം അസുഖം കൂടുതലാ, ഇപ്പം അസുഖം കുറവാ. ഞാൻ പറഞ്ഞ സത്യമാണ്. എന്താ കാരണം? കറക്റ്റ്, ബിനജ് കറക്റ്റ് ഉത്തരം പറഞ്ഞു. ആരുമില്ലാണ്ട് നമ്മള് ആരും വരുന്നറിയോ? മോളിൽ നിന്ന് ഇറങ്ങി വരും. ഞാൻ വേറെ ഉദാഹരണം പറയാം. മോരിച്ച് 3 പെൺമക്കളാണ്. മേരിച്ചൊരു മോളെ കൂടെ നിർത്തുക, മേരിച്ചില്ലാത്ത അസുഖം വരും ചെയ്യും. അസുഖം വരും. താങ്ങാൻ ആളുണ്ടെങ്കിൽ അസുഖം കൂടും. മാത്രമല്ല വേറെ പ്രത്യേകത നമ്മളറിയോ, നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരുവിധ അമ്മച്ചിമാർ കുറെ കഴിയുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. ഇല്ല ഞാൻ പറഞ്ഞില്ല, അപ്പച്ചന്മാർ വേഗം മരിച്ചു പോവാ. കർത്താവ് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ശക്തമായിട്ട് ഇടപെടും. വിധവയുടെ ജീവിതം ആരുടെ കയ്യില? കർത്താവിൻ്റെ. നീ ഏകമായി ജീവിക്കുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ ആരുടെ കയ്യില? കർത്താവിൻ്റെ കയ്യില്. അതിനേക്കാളും വലിയ സംരക്ഷണം മക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഒരു സംരക്ഷണം കൊടുക്കാൻ പറ്റില്ല. അത് പരിധി വരെ പറ്റുള്ളൂ. അപ്പൊ ദൈവം അവിടെ നമ്മളെ ഇടപെടും. ദൈവം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ പ്രശ്നമുള്ളൂ. ദൈവം ഇടപെട്ട് അവിടെ നിന്ന് അഭിഷേകം ചൊരിഞ്ഞ് നമ്മളെ ശക്തിപ്പെടുത്തി ആശ്രയിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുകയും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ, ഒന്ന് വായിക്കും, 35 എടുത്ത് വായിച്ച്, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും
വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ ആരായിട്ട് മാറും? അത്യുന്നതന്റെ പുത്രന്മാരായി ആരയിക്കുകയും ചെയ്യും. അപ്പൊ തിരിച്ചു വാങ്ങാണ്ടിരിക്കാൻ നല്ലത് കേട്ടാ. തിരിച്ച് കിട്ടാണ്ടിരിക്കുക നല്ലത്. പ്രൈസ് ലോർഡ്. തിരിച്ച് കിട്ടാണ്ടിരിക്കുക നല്ലത്. തിരിച്ച് മക്കളത് തിരിച്ച് സ്നേഹവും മറ്റേ പരിഗണനയും കയറും കിട്ടിക്കഴിഞ്ഞാൽ ആരായിട്ട് മാറും? അത്യുന്നതന്റെ പുത്രന്മാരാവാൻ പറ്റില്ല. കിട്ടിയ വാങ്ങിച്ചോ, പിടിച്ചു വാങ്ങിക്കരുത്. അവിടെ മുറിവുറുപ്പും അസ്വസ്ഥതയും ഉണ്ടാവും. അത്യുന്നതന്റെ പുത്രന്മാരായിട്ട് നിങ്ങൾ മാറും. കാരണം അവിടെ നന്ദിഹീനനും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? വിധവകൾ ഒറ്റപ്പെട്ട് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ പ്രത്യേക സംരക്ഷണം കർത്താവ് കൊടുക്കുന്നത്. വിധവകൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അല്ലെങ്കിൽ ഏകസ്ഥമായി ജീവിക്കുമ്പോൾ, നിങ്ങൾ ഒറ്റയ്ക്കാണ്, മക്കൾ പക്ഷെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോ. കർത്താവിൻ്റെ പ്രത്യേക ഒരു കണ്ണ് അവരുടെ മേലുണ്ട്. കാരണം ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായത്തിലെ മനുഷ്യൻ എവിടെയെങ്കിലും ഏകനായിരിക്കുന്ന അന്നല്ല, അവിടെ ദൈവത്തിൻ്റെ പിതാവായി ദൈവത്തിൻ്റെ ആദം ഒറ്റയ്ക്ക് നടന്നപ്പോൾ അവൻ്റെ മനസ്സ് നൊന്തു. സ്ത്രീയുടെ ഇണയ സ്ത്രീയെ കൊടുത്തു. ഒരു വിധവ അല്ലെങ്കിൽ ഏകസ്ഥമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ, വിധവ മാത്രമാണെന്നില്ല കേട്ടോ, ഏകസ്ഥമായി ജീവിക്കുന്നവരും, അവിടെ കർത്താവിൻ്റെ പ്രത്യേക ഒരു സംരക്ഷണം, പ്രത്യേക ഒരു കരം അങ്ങോട്ട് വരും. അപ്പം അതുകൊണ്ട് നമ്മൾ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം സ്വർഗത്തിൽ നമുക്ക് ലഭിക്കും. വലിയ പ്രതിഫലം. ഇതിനായിട്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.